ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ വലിയ ഹാപ്പി ആയിട്ടൊന്നുമല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഉള്ള ഷോപ്പിംഗ് ആട്ടോ. കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഷോപ്പിങ്ങിനാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, ചെരുപ്പ് എടുക്കണം, കുറച്ച് ബേക്കറി, ഓയിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനൊക്കെയും കുട്ടികളൊക്കെ പാടെയാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോണത് എൻ്റെ വീട്ടിലോട്ടാട്ടോ. മോളിനെ അവിടെ ആക്കിയിട്ട് വേണം പോകാൻ. എന്നിട്ട് ഞാനൊക്കെയും മോനും പാടെയാണ് പോണത്. മോളിനവിടെ കൊണ്ടുപോയി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാട്ടോ. ഇക്കാക്ക് ഡ്രസ്സും അതുപോലെ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോണത്. അപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കുള്ള ഡ്രസ്സൊക്കെ മുകളിലാണല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇക്ക അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെരുപ്പ് ഇക്ക വന്നപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ. അന്നും ഇക്ക സ്റ്റുഡിയോ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അപ്പുറത്തെ ഷൂവിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക നേരെ ഒന്ന് ഷൂ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ടിപ്പോൾ ഇക്ക ഓരോ ഷൂ നോക്കുന്നുണ്ട്. ഇക്കൊക്കെ ഇഷ്ടപ്പെട്ടതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോൻ്റെ കിറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇക്കാക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ടത് നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ ഒക്കെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്തെങ്കിലും നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മോനാട്ടോ ഇക്കാക്കൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരോട് രണ്ടാളും കൂടെ നോക്കിയിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് കിറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂ ഒക്കെ എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഒരു പാൻറ്റ് എടുക്കണം കേട്ടോ. അന്നൊക്കെ പോയിട്ട് അതിന് മുമ്പത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഷർട്ടും ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നിന് പാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേതിനുള്ള പാൻറ്റൊക്കെ നോക്കണത്. ഇത് നോക്കിയിട്ട് ഇനി ഡെയിലി വെയറിന് പറ്റിയ ടീഷർട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഒക്കെ കുറേ പാൻറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് അത്ര മുഖത്തിനൊരു ഉഷാറൊന്നും അല്ല കേട്ടോ. ആൾ മനസ്സിൽ ഭയങ്കര ഇടങ്ങറായിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്കൊന്നും അറിയില്ല, ഒക്കെ പോകാറായിരുന്നു. 2.5 വർഷത്തിനിടയിൽ 2 മാസമാണ് ലീവ് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. പക്ഷേ അങ്ങനെ നമുക്ക് വരാൻ പറ്റാറില്ല. അപ്പോൾ ഇക്ക പോണ ടെൻഷൻക്കാരൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ കൂടെ കളിക്കലും ചിരിക്കലൊക്കെ ഈ നാട്ടിലിപ്പോൾ 2 മാസം മാത്രമല്ലേ കിട്ടാറുള്ളൂ. അപ്പോൾ മോളായിട്ട് ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഒക്കെ ഭയങ്കര ഇടങ്ങറുണ്ട്. കുട്ടികളുടെ കളിയും ചിരിയൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. എങ്ങനെയും നാട്ടിൽ സെറ്റിൽ ആവണമെന്നും പറയാറുണ്ട്. പക്ഷെ പറ്റാറില്ല. അങ്ങനെയൊക്കെ കുറേ പാൻറ്റൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ ട്രയൽ ചെയ്തിട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡെയിലി വെയറിന് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ഇക്കാക്ക് ഡെയിലി വെയറിനുള്ളത് നോക്കിയിട്ട് പിന്നെ എനിക്ക് 2-3 ടീഷർട്ട് നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇക്കുള്ളപ്പോൾ തന്നെ സ്റ്റുഡിയോക്കൊക്കെ വരുള്ളൂ. അല്ലെങ്കിലൊന്നും ഞാനിങ്ങനെ സ്റ്റുഡിയോക്കൊന്നും വരില്ല. കാരണം കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ വരണ്ടേ, ഒറ്റയ്ക്ക് ഇങ്ങനെ വരണ്ടേ വെച്ചിട്ട് ഇക്കുള്ളപ്പോൾ 2 ടീഷർട്ട് കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് ഇക്ക് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ട് സ്റ്റുഡിയോ ഒന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് റോയലിലോട്ടാട്ടോ. കുട്ടികൾക്ക് 2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ആ സ്റ്റുഡിയോയിലുള്ളതൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ സ്റ്റുഡിയോന്ന് എടുത്തില്ല. എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ റോയലിലോട്ട് പോവാണ്. അപ്പോൾ മോൾക്കാണ് കേട്ടോ നോക്കുന്നത്. മോന് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കാണ് നോക്കുന്നത്. അപ്പോൾ മോൾക്കുള്ളതൊക്കെ എടുത്തിട്ട് നേരെ ബില്ല് ചെയ്യാൻ പോയി. അവിടെ നിന്ന് അധികം നേരം നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് വേഗം നോക്കിയിട്ട് എടുത്തിട്ട് ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ ഇക്കൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ചൂടോടെ ചിപ്സും അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയി. പിന്നെ ഞങ്ങളവിടെ നേരെ പോയത് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല, അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവിൽ മിൽക്ക് കഴിക്കാനാട്ടോ പോയത്. വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോയി. ഈസ്റ്റൊറ്റപ്പാലത്താട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. അങ്ങനെ അവിൽ മിൽക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ മാംഗോ ഫ്യൂഷൻ ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇക്ക സാധാ അവിൽ മിൽക്കാണ്, മോന് ബൂസ്റ്റിൻ്റെ ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
എൻ്റെ ഫേവറേറ്റ് മാംഗോൻ്റെയാണ്. ഞാൻ ബൂസ്റ്റിൻ്റെയും ഇക്ക മേടിച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ കേട്ടോ ഇഷ്ടമുണ്ടാവാറ്. ഞാൻ അവിടെ പോയ എന്നും മാംഗോൻ്റെ അവിൽ മിൽക്ക് തന്നെയാണ് ഓർഡർ ചെയ്യാറ്. വിത്ത് ഐസ്ക്രീം ആയിട്ടുള്ളതാട്ടോ ഓർഡർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങളതൊക്കെ കഴിക്കുകയാണ്. മോളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇക്കയും മോനും പാടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് മോളിനെ എടുക്കാനാട്ടോ. മോളിനെ വീട്ടിലാക്കിയിട്ട് അതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് മോളിനെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയത്. പിന്നെ ഞങ്ങൾ കുട്ടീനെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാട്ടോ പോയത്. പോണ വഴിക്ക് തന്നെ എണ്ണ കട്ടണ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇക്കാനെ മേഡത്തിന് വേണം പറഞ്ഞിട്ട് അതുപോലെ ഇക്കാക്കും വേണം പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.